بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സംസാരിക്കുന്ന വിഷയങ്ങളിൽ സത്യസന്ധതയും നീതിയും ഓരോ വാക്കുകളിലും മുറുകെ പിടിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജും അവർക്ക് എതിര് നിൽക്കുന്ന മറ്റ് വ്യതിയാന കക്ഷികളുടെ മനഹജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അത് ഒരുപാടുണ്ട്. അതിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ മുഖദ്ദിമ എഴുതിയ നമ്മൾക്ക് പരിചയമുള്ള ദമാമിലെ പണ്ഡിതനായ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ സാലിഹ് അസ്സുവൈഹ് ഹഫിളഹുല്ലാ അദ്ദേഹം വിശദീകരിച്ച ഈ വ്യത്യാസങ്ങളെ സംബന്ധിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു വരുന്നത്. അതിൽ മൂന്നാമത്തെ വ്യത്യാസം വളരെ വലിയൊരു വ്യത്യാസം, അതായത് വളരെയധികം വിശദീകരിക്കേണ്ട ഒരുപാട് മേഖലകൾ കടന്നു വരുന്ന, ഒരുപാട് ശാഖാപരമായ ചില മസലകൾ കടന്നു വരുന്ന ഒരു വിഷയമായത് വ്യത്യാസമായതുകൊണ്ട് അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേർക്കുണ്ടാവുന്ന തൽബീസുകൾ, അല്ലെങ്കിൽ അവരുടെ ദഅവത്തിന് നേരെയോ അല്ലെങ്കിൽ അവരുടെ ദഅവത്തിന് നേതൃത്വം നൽകുന്ന അവരുടെ വ്യക്തിത്വങ്ങൾക്ക് നേരെയൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന വിഷയങ്ങൾ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാര്യമായ പ്രചാരം ലഭിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രത്യേകിച്ചും അറിവില്ലാത്തവർക്കിടയിൽ ഫിത്ന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് കഴിയുന്ന അറിവുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ മർക്കസ് ഉലൂമി സുന്ന എന്ന ആ സ്ഥാപനത്തിന്റെ വക്താക്കളായിട്ടുള്ള പലരും അഹ്ലുസുന്നത്തിന്റെ ആദർശങ്ങളിൽ അടിസ്ഥാനപരമായ പിഴവുകളായി അവർക്ക് മനസ്സിലായിട്ടുള്ള പല വിഷയങ്ങളും അത് സുന്നത്ത് ജമാഅത്ത് അല്ലെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും ഹിസ്ബു സക്കരിയയും തമ്മിലുള്ള 25 വ്യത്യാസങ്ങൾ എന്ന പേരിൽ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതിനെ സംബന്ധിച്ച് അതിൽ പല വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പല മസലകളും അതിൽ കടന്നു വരുന്നത് കൊണ്ട് തന്നെ അത് ഷെയ്ഖ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കത് സമൂഹത്തിൽ സംസാരിക്കലും അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ നീക്കലും ബാധ്യതയായതുകൊണ്ടും അതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് എന്നേക്കാൾ അറിവ് കൊണ്ടും പ്രായം കൊണ്ടൊക്കെ മുതിർന്ന ആരും ആ വിഷയം ഇതുവരെ സംസാരിക്കാൻ ഇതുവരെ തുനിഞ്ഞിറങ്ങാത്തത് കൊണ്ടും ഈ വിഷയം സംസാരിക്കേണ്ടി വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു സംസാരം ഈ പറയപ്പെട്ട മസ്ലഹത്തുകൾ പൂർത്തീകരിക്കുന്നതും ഈ തെറ്റിദ്ധാരണകൾ അത് അറിവില്ലാത്ത ആളുകൾക്ക് മനസ്സിൽ നിന്ന് നീക്കി കൊടുക്കുന്നതും അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള സംസാരമാക്കി തീർക്കുവാനാവട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞ 25 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിലെ 6ാമത്തെ കാര്യമായി അവരുടെ വ്യത്യാസമായി, അല്ലെങ്കിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമായി 6ാമത്തെ കാര്യം എടുത്തു കൊടുക്കുന്നത് വിസ്ഡം മുജാഹിദുകളിൽ നിന്ന് സംഘടന വിട്ടുവരുന്നവരെ യാതൊരു തൗബയുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കൽ. ഇതാണ് മറ്റൊരു വ്യത്യാസമായിട്ട് ഇവിടെ എടുത്തു കൊടുക്കുന്നത്. അതിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളുടെ തൗബ
നമുക്കറിയാം സാധാരണഗതിയിൽ വ്യക്തിപരമായ തൗബയാണെങ്കിൽ അതിന്റെ 3 നിബന്ധനകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് ദീനിന്റെ എന്തെങ്കിലും ഒരു കാര്യം അത് മറച്ചു വെച്ച ഒരാളാണെങ്കിൽ, അതായത് പ്രചരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലതുബയ്യിനുന്നഹു ലിന്നാസ്, ജനങ്ങൾക്കത് വ്യക്തമാക്കി കൊടുക്കണം എന്ന് അള്ളാഹു വാഗ്ദാനം ഏറ്റെടുത്ത അല്ലെങ്കിൽ കരാറ് വാങ്ങിച്ചിട്ടുള്ള ദീനിന്റെ വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം മറച്ചു വെച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഈ 3 നിബന്ധനകൾ മാത്രമല്ല അവന്റെ തൗബ സ്വീകരിക്കപ്പെടാനുള്ളത്. എന്നുവെച്ചാൽ വലൈക്കും അസ്സലാം, അവന്റെ തൗബ ശരിയായ തൗബയാകണമെങ്കിൽ വലൈക്കും അസ്സലാം മറ്റു ചില കാര്യങ്ങൾ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിബന്ധനയായി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അഡീഷൻ, നമ്മൾ ഉദാഹരണത്തിന് നമ്മൾക്കും റബ്ബിനും ഇടയിലുള്ള തിന്മകളാണെങ്കിൽ 3 നിബന്ധനകൾ. അതിനോട് കൂടെ അഡീഷണലായിട്ട് വരുന്ന ഒരു നിബന്ധനയാണ് എന്ത്? നമ്മൾക്കും റബ്ബിന്റെ മറ്റ് പടപ്പുകൾക്കും ഇടയിലുള്ള തിന്മയാണെങ്കിൽ 4മതൊരു കണ്ടീഷൻ കൂടെ അവിടെ വരും, അല്ലേ? അതേപോലെ എക്സ്ട്രാ ആയിട്ട് അഡീഷണലായി വരുന്ന നിബന്ധനകൾ ഏത് വിഷയത്തിലുണ്ട്? ശർഈയായ വിധിവിലക്കുകൾ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച ആളുകളുടെ മേൽ റബ്ബ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ആ നിബന്ധനകൾ വ്യക്തമാക്കുന്ന ആയത്താണ് ഏത്? സൂറത്തുൽ ബഖറയിലെ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. തൗബ എന്നുള്ളത് നമ്മൾ പറഞ്ഞു 3 നിബന്ധനകളാണ്. ആ 3 നിബന്ധനകളുടെ കൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നെയും 2 കാര്യങ്ങൾ ചേർത്തി പറയാം. മൊത്തത്തിലായി 5 നിബന്ധനകളായി. ഈ 5 നിബന്ധനകൾ പാലിക്കപ്പെടുന്ന ഒരാളുടെ തൗബയെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. എങ്ങനെയുള്ള ആളാണെങ്കിൽ, ദീനിൽ പ്രചരിപ്പിക്കേണ്ട കാര്യം മറച്ചു വെച്ച ഒരാളാണെങ്കിൽ ഈ 5 നിബന്ധനകൾ പാലിക്കപ്പെടണം. ഒന്നാമത്തെ നിബന്ധന, ആ 3 നിബന്ധനകൾ നമ്മൾ പറയുന്നില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ ഉടനെ എന്ത് ചെയ്യുക? അത് അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തത്, കഴിഞ്ഞു പോയതിൽ എന്തുണ്ടാവുക? ഖേദമുണ്ടാവാം. മൂന്നാമത്തത്, ഇനി ആ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ഉറപ്പിക്കുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഈ പടപ്പുകൾ തമ്മിലുള്ളതാണെങ്കിൽ അത് ആ വിഷയം എന്ത് ചെയ്യുക? കൊടുക്കാനുള്ള കൊടുക്കുക, സമ്പത്താണെങ്കിൽ സമ്പത്ത്, പറഞ്ഞു തീർക്കാനുള്ള പറഞ്ഞു തീർക്കുക, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക? ആ വ്യക്തിയുടെ പൊരുത്തം വാങ്ങിക്കുക. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതിന്റെ കൂടെ എക്സ്ട്രാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅസ്ലഹു വബയ്യനു. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. അസ്ലഹു എന്ന് പറഞ്ഞാൽ എന്താ? നന്നാക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇവൻ ആ കാര്യം പറയാതെ മൂടി വെച്ചത് കൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഫസാദ് അത് ഇവൻ എന്ത് ചെയ്യണം? അത് ഇവനെ കൊണ്ടാവുന്ന രൂപത്തിൽ അവൻ അത് എന്ത് ചെയ്യണം? നന്നാക്കണം. ഇവൻ എന്തെങ്കിലും തെറ്റായൊരു മദ്ഹബ് സ്വീകരിച്ചതുകൊണ്ട് ഒരു തെറ്റായൊരു പ്രതിഫലനം ഇവന്റെ നാട്ടുകാരിലോ വീട്ടുകാരിലോ കുടുംബക്കാരിലോ അല്ലെങ്കിൽ ഇവന്റെ പ്രബോധിതരിലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവൻ എന്ത് ചെയ്യണം? ആ ഒരു തെറ്റായ തഅസീർ അവന് നീക്കാൻ സാധിക്കുന്നതിന് പരമാവധി നീക്കാൻ അവൻ പരിശ്രമിക്കണം. അതുമാത്രമല്ല വബയ്യനു, ആ കാര്യം തെറ്റായിരുന്നു എന്നെന്ത് ചെയ്യണം? അവൻ വ്യക്തമാക്കുകയും ചെയ്യണം. ശ്രദ്ധിക്കണേ, ഇവൻ ചെയ്ത പണിയുടെ അതിന്റെ റിസൾട്ട് തെറ്റായി പോയത്, അതിലുള്ള ആ റിസൾട്ട് നന്നാക്കുക മാത്രമല്ല അവൻ ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം? ഇവൻ നേരത്തെ പറഞ്ഞില്ല, പറഞ്ഞതുകൊണ്ടാണ് ഈ റിസൾട്ട് ഉണ്ടായത്. ആ പറഞ്ഞത് തെറ്റാണ് എന്നെന്ത് ചെയ്യണം? വ്യക്തമാക്കണം. വ്യക്തമാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് റബ്ബിനും ഇടയിൽ പോരാ. എന്ത് ചെയ്യണം? നേരത്തെ ആർക്കിടയിലാണോ അത് പ്രചരിപ്പിച്ചത് ആ ഒരു വിദഅത്ത്, അത് ആ ആളുകൾക്കിടയിൽ എന്ത് ചെയ്യണം? ഇത് വിദഅത്തായിരുന്നു, അന്നത് അങ്ങനെ പറഞ്ഞു, അന്ന് എന്താ അറിവില്ലായ്മയോ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആ കാരണം അവിടെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യുക? ആ വിഷയം എന്ത് ചെയ്യുക? ക്ലിയർ ആക്കുക. ഇത് വിദഅത്താണ്, അത് അങ്ങനെ പറഞ്ഞു, അത് തെറ്റാണ്, ഇങ്ങനെയൊക്കെയാണ് ഖുർആൻ സുന്നത്തും അറിയിക്കുന്നത്, ഇതാണ് ഇതിലെ ശരിയായ നിലപാട് എന്നെന്ത് ചെയ്യണം? വ്യക്തമാക്കുകയും ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഒരു ബിദ്അത്തുകാരന്റെ, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല
ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കണം എന്ന് കരാറ് വാങ്ങിച്ചിട്ടുള്ള ദീനിന്റെ വിഷയങ്ങൾ മറച്ചു വെച്ചതാണ്. അവർക്ക് ഈ നിബന്ധനകൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോഴാണ് അവരുടെ തൗബ എന്താവുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഉദാഹരണത്തിന് ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ആ സന്ദർഭത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന ഹാഷിം കുടുംബത്തിൽപ്പെട്ട ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആ വ്യക്തി, അദ്ദേഹം അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണെന്ന് വളരെ വ്യക്തമായും കൃത്യമായും അറിയുന്ന ജൂത പുരോഹിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വളരെ വ്യക്തമായി അറിയാം. യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, അവരുടെ ആൺമക്കളെ, സ്വന്തം മക്കളെ അറിയുന്നത്രത്തോളം അവർക്ക് എന്തറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. ഓരോ കാര്യങ്ങളും അത് ഞാൻ പറയാൻ നിന്നാൽ കുറെ സമയം എടുക്കും, വിഷയം അതല്ല. അങ്ങനെ അത്രയും അവർക്ക് വ്യക്തമായി ഇത് അള്ളാഹുവിന്റെ റസൂലാണെന്ന് അറിയാം. അന്ന് മാത്രല്ല, ഈ റസൂൽ അയക്കപ്പെട്ടാൽ അദ്ദേഹത്തെ പിൻപറ്റിയിട്ടല്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല എന്ന് അവർക്കറിയാം. വളരെ കൃത്യമായിട്ടറിയാം. ആ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമയെ കൊണ്ട് ഞങ്ങളുടെ മേൽ കരാറെടുത്തിട്ടുള്ളതും അവർക്കറിയാം, ഒക്കെ അറിയാം. ഇത് എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, അറിയുന്നവർ മറച്ചു വെക്കുകയാണ്, അറിയുന്ന ആളുകൾ മറച്ചു വെക്കുകയാണ്. അപ്പൊ ഇവരുടെ തൗബ എങ്ങനെയായിരിക്കണം, കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇവരുടെ തൗബ സാധാരണ നമ്മൾ സാധാരണ ചെയ്യുന്ന തൗബ പോലെ ചെയ്താൽ ഇവരുടെ തൗബ എന്താവില്ല. ഈ പുരോഹിതന്മാരിൽ ഒരാൾ തൗബ ചെയ്തെന്ന് വെക്കുക, ആ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ സാധാരണഗതിയിലുള്ള 3 നിബന്ധനകൾ പാലിച്ചാൽ പോരാ. മറിച്ച് അതിന്റെ കൂടെ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നുവെച്ചാൽ അവരുടെ പ്രബോധിതരിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്. മൂസ അലൈഹി സ്വലാമയെ കൊണ്ട് അള്ളാഹു നമ്മുടെ മേൽ കരാർ എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹം അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണെന്ന് തൗറാത്തിൽ ഇന്ന കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, അവര് മറച്ചു വെച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള ഫസാദ് അവരെന്ത് ചെയ്യണം, ഇസ്ലാഹ് ചെയ്ത് നന്നാക്കിയെടുക്കണം. അത് റബ്ബിന്റെ കൈകളിലാണ് അതിന്റെ റിസൾട്ട്. പക്ഷെ അതിന് അവർക്ക് പറ്റുന്നതിന് പരമാവധി അവരെന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അങ്ങനെ പരിശ്രമിച്ചാൽ അവരെന്തായി, അവരുടെ തൗബ, പുരോഹിതന്മാരുടെ തൗബ അള്ളാഹു എന്ത് ചെയ്യും, സ്വീകരിക്കും. പിന്നെ അവർ നേരത്തെ മറച്ചു വെച്ചതിന് ശിക്ഷ എന്ത് ചെയ്യില്ല, അവർക്ക് ലഭിക്കുകയില്ല. ഇതാണ് ഈ വിഷയത്തിലെ അടിസ്ഥാനം. ഇത് മുൻനിർത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇദ്ദേഹം ഈ ഒരു വിഷയം സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ, വിസ്തത്തിലുണ്ടായിരുന്ന അവര് വിസ്തം വിട്ടു വന്നിട്ട് യാതൊരു തൗബയും ഇല്ലാതെ എന്ത് ചെയ്യണം, സുന്നത്ത് ജമാഅത്തിന്റെ ആളായി ആളുകളുടെ മുന്നിൽ സംസാരിക്കാനും ദാവത്ത് ചെയ്യാനും രംഗത്ത് വരികയാണ്. അതാണ് അവർ പറഞ്ഞൊരു വിഷയം. അതിൽ അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എനിക്കതിൽ പലരെ അറിയില്ല. അറിയുന്നത് ഒരു വ്യക്തി റഷീദ് ചളവറ എന്ന് പറയുന്ന, അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന, എന്റെ നാട്ടിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ചളവറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഈ വിഷയത്തിൽ വ്യക്തിപരമായി അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങൾ അറിയുന്ന ഒരാളായിട്ട് അദ്ദേഹമേ ഉള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ പഠിച്ചിടത്തോളം അന്വേഷിച്ചിടത്തോളം വിസ്ഡംകാരിൽ ഉണ്ടായി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ദർസിൽ, ആ ദർസിൽ സൂചിപ്പിച്ച എന്തെങ്കിലും ഒരു പോരായ്മ അദ്ദേഹത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴോ ശേഷമോ ഉള്ളതായിട്ട് മനസ്സിലായിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ന്യൂനതകൾ മനഹജിയായിട്ട് അഖദിയായിട്ട് അദ്ദേഹത്തിലുള്ളതായി അദ്ദേഹത്തിന്റെ അടുത്ത് ഇടപഴകിയതിലൂടെയും മനസ്സിലായിട്ടില്ല, സംസാരത്തിലൂടെ എഴുത്തുകളിലൂടെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെയുള്ളൊരു വ്യക്തി, അതായത് അവരിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും അവരുടെ പിഴവുകൾ സംസാരിക്കുകയോ ദാവത്ത് ചെയ്യുകയോ ചെയ്യാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഈ നിബന്ധനകൾ ബാധകമാവുക? ശ്രദ്ധിക്കണം. ഒരു ബിദഅത്ത് പറഞ്ഞ, അത് പ്രചരിപ്പിച്ച, അതിനെ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കിയ ഒരാളാണ് എന്ത് ചെയ്യുക, അയാൾക്കാണ് എന്ത് നിർബന്ധമാവുക? ആ ബിദഅത്തിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ അത് ബിദഅത്താണെന്ന് ബയാൻ ചെയ്യലും അതിനെ കൊണ്ടുണ്ടായ ഫസാദ് ഇസ്ലാഹ് ചെയ്യലും ആർക്ക് നിർബന്ധമാവുക? ആ ബിദഅത്ത് നേരത്തെ പറഞ്ഞ ആൾക്കല്ലേ, അതിലേക്ക് ദഅവത്ത് ചെയ്ത ആൾക്കല്ലേ. മനസ്സിലാവുന്നുണ്ടോ?
അങ്ങനെ ആ ബിദഅത്ത് നേരത്തെ ദഅവത്ത് ചെയ്ത അതിനെ കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കിയ ഒരാളാണെങ്കിൽ അത് ആദ്യം ഒരു തെളിയിക്കട്ടെ. അങ്ങനെ ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായി അറിയില്ല. അറിയുന്ന ഒരാളെ ആ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും ബിദഅത്തുകൾ ഇതുവരെ അദ്ദേഹം സംസാരിച്ചതായി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടോ എന്നുള്ളത് പോലും ഇതുവരെ വ്യക്തമായി എന്താ പറയാ അറിഞ്ഞിട്ടില്ല. നേരിട്ട് അടുത്ത് ബന്ധമുള്ള ഒരാൾ അദ്ദേഹമാണ്. വ്യക്തമായി അദ്ദേഹത്തിലുള്ളത് പോലും അറിയില്ല. പിന്നെ ഇങ്ങനെ അദ്ദേഹം മറ്റുള്ളവരെ ദഅവത്ത് അതൊക്കെ അവർ തെളിയിക്കേണ്ട കാര്യം. ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ബിദഅത്ത് അദ്ദേഹത്തിന് ഇന്ന ബിദഅത്ത് അദ്ദേഹം ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തെളിയിച്ചിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വെക്കാം. അവർ തെളിയിച്ചിട്ടില്ല, അവർ തെളിയിക്കണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ, ആരാണോ അവകാശവാദം ഉന്നയിക്കുന്നത് അവരുടെ മേലാണ് എന്ത് തെളിവ് കൊണ്ടുവരാൻ ബാധ്യത അവരുടെ മേലാണ്. അവർ കൊണ്ടുവരട്ടെ, എവിടെയാണ് എന്ത് ബിദഅത്താണ് ഇദ്ദേഹം പറഞ്ഞത് അവർ കൊണ്ടുവരട്ടെ. ചിലപ്പോൾ നമ്മൾ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അദ്ദേഹം സൂചിപ്പിക്കാനത് പറ്റും. അദ്ദേഹം തെറ്റ് തിരുത്തുന്ന തയ്യാറാവുന്ന ഒരു വ്യക്തിയായിട്ട് മനസ്സിലായത്. അപ്പോ ഇവിടെ ശർഈയായ അസ്ല് എടുത്ത് മുന്നിൽ വെച്ചിട്ട് ആ അസ്ലിൽ പെടാത്തൊരു ഫറഇനെ മുൻനിർത്തിയിട്ട് കണ്ടോ ഇവർ ഈ അസ്ല് പാലിക്കുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബയ്ക്ക് വെച്ച നിബന്ധനകൾ ഇവരെന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല, ദീനിന്റെ വിഷയത്തിൽ ഇവർക്ക് ഇത്രേ പ്രാധാന്യം ഇത്ര ഗൗരവം കൊടുക്കുന്നുള്ളൂ എന്നുള്ള തരത്തിലൊരു സംസാരമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. നമുക്ക് അവരോട് പറയാനുള്ള എന്താ, അങ്ങനെ എന്തെങ്കിലും ബിദഅത്തുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ ഈ ഹിസ്ബ് സക്കരിയ എന്നാണല്ലോ പറയുന്നത്, അവരുടെ സക്കരിയ സ്വലാഹി റഹ്മത്തുള്ളാഹിയുടെ കൂടെ നിന്നിരുന്ന ഏതെങ്കിലും ആളുകളുടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സൂചിപ്പിക്കും. അത് ബിദഅത്താണ് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതിൽ അത് സൂചിപ്പിക്കാനോ, അല്ലെങ്കിൽ എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ തന്നെ സംസാരത്തിൽ ഇദ്ദേഹം കുറെ തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്താ, ഇവിടെ ഈ എന്താ പറയാ ജാമ്യ സലഫിയിലും ജാമ്യ നദവിയിലൊക്കെ ഡെസ്കിലും ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് ഉസ്താദ്മാരുടെ മുന്നിലൊക്കെ ഹാജറൊക്കെ ഇട്ട് പഠിച്ചിട്ട് നിങ്ങളാണോ ഞങ്ങളെ ഉലമാക്കൾ മുന്നിരുന്ന ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നത് എന്നുള്ള തരത്തിൽ സംസാരം അങ്ങനെ ഒരിക്കലും നമ്മൾ പറയൂല. നിങ്ങളെന്നല്ല, ആര് തെറ്റുകൾ സൂചിപ്പിച്ചാലും എത്ര ഗൗരവമുള്ള തെറ്റാണെങ്കിലും ചെറിയ തെറ്റാണെങ്കിലും ഒക്കെ നമ്മൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളത് എന്തുദ്ദേശത്തിലാണ് സൂചിപ്പിക്കുന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്നേയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി കുറ്റമറ്റതാക്കുക നമ്മുടെ ദഅവത്ത് എന്നുള്ളത് അത് റബ്ബിന്റെ അടുക്കൽ ദർജകൾ വർദ്ധിക്കാനും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വളരെയധികം സഹായിക്കുന്ന കാര്യം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആർക്കും കൊണ്ടുവരാം. ഇന്ന വ്യക്തിന്നോ ഇന്ന വിഭാഗമെന്നോ നമ്മളൊരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങൾ അവിടെ പഠിച്ചവനല്ലേ ഇവിടെ പഠിച്ചവനല്ലേ ഞങ്ങളൊക്കെയാണോ നിങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത്, ഞങ്ങൾ ഇവിടെ ഇന്ന ആൾക്കാർ മുന്നിലിരിക്കുന്നത്, ഞങ്ങളൊന്നും എന്ത് ചെയ്യില്ല, നമ്മളൊരിക്കലും പറയൂല. അപ്പോ വിഷയം ഇത്രയേ ഉള്ളൂ, ആ കാര്യം അവർ തെളിയിക്കട്ടെ ആദ്യം. അങ്ങനെ ഒരു ബിദഅത്ത് ആ പിരിഞ്ഞ് അതിൽ നിന്ന് വിട്ടുവരുന്നതിന് മുമ്പ് ഒരു ബിദഅത്ത് പറഞ്ഞതായി അവർ തെളിയിച്ചാൽ ആ ബിദഅത്ത് അദ്ദേഹത്തിനുണ്ടോയെന്ന് പരിശോധിക്കുകയും പിന്നെയൊക്കെ ബാക്കിയാണ്, പിന്നെ വരുന്ന കാര്യങ്ങളാണ്. ആദ്യം അവരത് തെളിയിക്കട്ടെ. ഈ വിഷയം അസ്ല് മനസ്സിലായില്ലേ? ഒരു ബിദഅത്ത് അതിലേക്ക് ദഅവത്ത് ചെയ്ത ഒരാൾക്ക് ഈ നിബന്ധനകൾ അതെന്ത് ചെയ്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചെന്ന കാര്യം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇതൊക്കെ വിശദീകരിച്ച് കുറെ കാട് കയറി പോയിട്ട് അദ്ദേഹം പറയുന്ന ഒരു വിഷയമാണ് എന്ത്, അദ്ദേഹത്തിന്റെ തന്നെ ഗവേഷണ ഫലമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് എന്ത്, സ്നേഹത്തോടെ പറയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയണത് ഇവർക്ക് അവരോട് എന്ന് വെച്ചാൽ വിസ്തംകാരോടായിക്കോട്ടെ കേന്ദ്രക്കാരോടായിക്കോട്ടെ സംഘടനാ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയും. എന്തില്ല, അഖദി മനഹജിയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സംഘടനാപരമായിട്ട് എന്തൊക്കെയോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി, അങ്ങനെ അല്ലാതെ എന്തില്ല. അതുകൊണ്ടാണ് അത്ര എന്ത് ചെയ്യാത്തത്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാലൊന്നും പരിഗണിക്കാനും വിഷയാക്കുകയോ ചെയ്യാത്തത് അതുകൊണ്ടാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ്
ആ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്തത്, അത് വെറും വാക്കാണെന്നുള്ളത് നമ്മൾ നേരത്തെ വിശദീകരിച്ച. പിന്നെ 7ാമത്തെ കാര്യമായിട്ട് അദ്ദേഹം ഇവിടെ എടുത്തു കൊടുക്കുന്നത് 25 വ്യത്യാസങ്ങളിലെ 7ാമത്തെ കാര്യം പണ്ഡിതന്മാരുമായി ബന്ധമില്ലായ്മ. പണ്ഡിതന്മാരുമായിട്ട് ബന്ധം എന്ന് വെച്ചാൽ അവർക്ക് പണ്ഡിതന്മാരായിട്ട് നല്ല ബന്ധമുണ്ട്, നമ്മൾക്ക് ആർക്കും പണ്ഡിതന്മാരായിട്ട് ബന്ധമില്ല തീരെ ഇല്ല എന്നല്ല. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉംറക്ക് മറ്റൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും പണ്ഡിതന് മുന്നിൽ എപ്പോഴെങ്കിലും ഒരു ദർശനം ഇരുന്നാലായി, ആ ഒരു ബന്ധമുണ്ട്. അതല്ലാതെ എന്തില്ല, ബന്ധം നമ്മൾക്കില്ല, കാര്യപ്പെട്ട ബന്ധമൊന്നും ഇല്ല. അത് എന്താ പറയാ, അദ്ദേഹം എന്താ പറയാ, നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്, പണ്ഡിതന്മാർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഏതുപോലെയാണത്ര, സമസ്തക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബുണ്ടെന്ന് പറയുന്ന പോലെ. സമസ്തക്കാരൻ നബിദിനാഘോഷം മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ തെളിവ് പറയുന്നത് ഹുബ്ബുർ റസൂൽ എന്നാ പറയാം. അതുപോലെയാണത്രേ നമ്മൾ പണ്ഡിതന്മാരായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നത്, അതുപോലെയാണെന്നാണ് അവർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേ, നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ് അല്ലേ, അവനത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇയാളെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. പക്ഷെ ഒരാളെ സംബന്ധിച്ച് അയാൾ അത് ചെയ്തിട്ടില്ല, അയാൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ സൗദിയിൽ ഉണ്ടായിട്ട് ആ ദർസിന് പോയിട്ടേ ഇല്ല എന്ന് പറയണമെങ്കിൽ ആ ഒരു വർഷക്കാലം മുഴുവൻ ഇയാളെ CCTV വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കല്ലാണ്ട് പറയാൻ കഴിയും? നല്ല പ്രയാസമുള്ള കാര്യമാണ്. ഒരു കാര്യം ഇല്ല എന്ന് പറയണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്താ പറയാ, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥകളിലാണെങ്കിലും ശറയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രയാസമുള്ള, ഏറ്റവും ശക്തമായ ദലീലും ഏറ്റവും പ്രയാസമുള്ള ദലീലും ഏതാ? ഇജ്മാഅ്. അതെന്തുകൊണ്ടാണ് ഏറ്റവും ശക്തമായത്? എന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം ഈ രണ്ട് അഭിപ്രായം ഇല്ല, എല്ലാവർക്കും ഒരു അഭിപ്രായം ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അതിൽ വേറെ ചർച്ചയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, അത് വന്നാൽ പിന്നെ അവിടെ തീരുമാനമായി. എന്തുകൊണ്ട് ഏറ്റവും പ്രയാസമുള്ള ദലീൽ? ഇമാം അഹ്മദിന് റിവായത്ത് ചെയ്യുന്ന എന്താ? മനിദ്ദഅൽ ഇജ്മാഅ ഫഹുവ കാദിബ്. ആരാണ് ഇജ്മാഅ് വാദിക്കുന്ന അവൻ കള്ളനാണെന്ന് പറഞ്ഞു. കാരണം അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല, എല്ലാ വിഷയത്തിനും സാധിക്കുന്ന കാര്യമില്ല. ആ ഒരു മസല ശരിക്കും അങ്ങോട്ട് പഠിച്ച് എന്താ പറയാ, അരച്ച് കലക്കി കുടിക്കാന്ന് പറയില്ലേ, അങ്ങനെ അത് മൊത്തത്തിൽ പഠിച്ച എല്ലാ നാടുകളും അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അന്വേഷിച്ച് എവിടെയും അതിന് വേറൊരു അഭിപ്രായം ഇല്ല എന്നാകുമ്പോഴെന്താവുള്ളൂ, അത് ഇജ്മാഅ് പറയാൻ കഴിയുള്ളൂ. കാരണം അവിടെ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാ പറയുന്നത്. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, കാരണം ഇവിടെ അഭിപ്രായമുണ്ട്, വേറെ അഭിപ്രായമുണ്ട്, നമ്മൾ കാണുന്ന കാര്യം. അതേസമയം അവിടെ ഇല്ലാന്ന് തെളിയിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുപോലെയാണ് ഇവരുടെ പല സംസാരങ്ങളും ഒക്കെ ഒറ്റയടിക്കാണ് നിഷേധിച്ച കളയും. ഇല്ല പണ്ഡിതന്മാരായിട്ട് ബന്ധമില്ല. അത് നിങ്ങൾ എങ്ങനെ പറയാ? അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാരുമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് വ്യക്തമാക്കി പറയണം, നിങ്ങളുടെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധമില്ല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പറയാൻ പറ്റും. കാരണം നിങ്ങളുടെ പണ്ഡിതന്മാരായിട്ട് ആർക്കൊക്കെ കണക്ഷൻ ഉണ്ട്, എങ്ങനെയൊക്കെ ലിങ്ക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പിടിയുണ്ടാവും. പക്ഷെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാർ മാത്രമല്ലല്ലോ. ഒക്കെ പോട്ടെ, ഈ കാലഘട്ടത്തിലെ മുജദ്ദിദീങ്ങളായിട്ട് പണ്ഡിതന്മാര് എണ്ണുന്ന 4 വ്യക്തിത്വങ്ങളാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമ റഹിമഹുല്ലാ, അൽബാനി റഹിമഹുല്ലാ, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ. 4 പേര് ഈ കാലഘട്ടത്തിലെ മുജദ്ദിദീങ്ങളായിട്ട് എണ്ണുന്ന 4 പണ്ഡിതന്മാർ. ഈ ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ പണ്ഡിതന്മാരിൽ എല്ലാവരോടും ഈ പറയുന്ന ആളുകൾക്ക് പോലും ബന്ധമില്ല. ഞാൻ 4ൽ ഒരൊറ്റ ആളുടെ വിഷയം പറയാം. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലയുടെ ശിഷ്യന്മാരിൽ എല്ലാ ആളുകളുമായിട്ട് പോലും എന്തില്ല, ഈ പറയുന്ന ആളുകൾക്ക് ബന്ധമില്ല. എന്ന് വെച്ചാൽ ഓരോ പണ്ഡിതന്മാരുടെയും ശിഷ്യഗണങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്ത നാടുകളിലും വ്യത്യസ്ത സ്ഥലങ്ങളിലുമാണ്. എല്ലാവർക്കും എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല,
ബന്ധം പുലർത്തിക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുമായിട്ട് ബന്ധം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്തല്ല, പെരുമ നടിക്കാൻ, ആളുകൾ മുന്നിൽ ഞാൻ ഇന്ന പണ്ഡിതന്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പണ്ഡിതന്റെ അടുത്ത് നിന്ന് തസ്കിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന പണ്ഡിതന്റെ ഏറ്റവും മുതിർന്ന അത്ര കൊല്ലം ആ ഷെയ്ഖിന്റെ അടുത്ത് മുലാദിമായിരുന്ന് പഠിച്ച ആ ഷെയ്ഖിന്റെ മുന്നിൽ ഈ കിതാബ് മുഴുവൻ ആദ്യാവസാനം വായിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊന്നും ഫഖർ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല പണ്ഡിതന്മാരായിട്ടുള്ള ബന്ധം എന്നുള്ളത്. പണ്ഡിതന്മാരായിട്ടുള്ള ബന്ധം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് വേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പരമാവധി തെറ്റുകൾ കലരാതിരിക്കാൻ അത് വളരെയധികം സഹായകരമാവും റബ്ബിന്റെ സഹായത്തിന് ശേഷം. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പണ്ഡിതന്മാരുടെ ബന്ധം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന പല മസലകളിൽ ഇഷ്കാലുകൾ അത് ചോദിച്ചറിയാൻ, സംശയങ്ങൾ നിവാരണം നടത്താനും, അതുപോലെ തന്നെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചർച്ചയാകുന്നുണ്ടെങ്കിൽ അഭിപ്രായം, അങ്ങനത്തെ പല വിഷയം നമുക്കിതൊക്കെ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പങ്കിടാനും, അങ്ങനെ നമ്മൾക്ക് ആ വിഷയത്തിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൃത്യമായ സൂക്ഷ്മമായ നിലപാട് ഏതാണെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പണ്ഡിതന്മാരായിട്ട് ബന്ധം നമുക്ക് എപ്പോഴും വേണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ 4 മുജദ്ദിദീങ്ങൾ, ഈ 4 പേരുടെയും എന്താ പറയാ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒന്നിലധികം ആളുകൾ, ഈ 4 ഓരോരുത്തരിലുമല്ല, ഈ 4 പേരുടെയും ശിഷ്യന്മാരിൽ ഒന്നിലധികം പേരുടെ മുന്നിൽ ഇരിക്കാനും വളരെയധികം അടുത്തിടപഴകാനും അവരെ അങ്ങേയറ്റം എന്താ പറയാ പല വിഷയങ്ങളിലും ഇസ്തിഫാദ എടുക്കാനും അവരുമായിട്ട് ഏത് വിഷയത്തിലും ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ സംശയങ്ങൾ ആവശ്യത്തിന് ബന്ധപ്പെട്ടാൽ ഉടനടി ഉത്തരം കിട്ടുന്ന രൂപത്തിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതെന്തല്ല അത് പറയേണ്ടി വരികയാണ്, വെറുത്താവുന്നതുകൊണ്ട് ഓരോ സാഹചര്യങ്ങൾ പറയേണ്ടി വരികയാണ്. ഇനിയിപ്പോ ഇതിൽ ഓരോരുത്തരുടെ പേര് പറയണമെന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ പറയൂല. നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. മറിച്ച് നമ്മൾ ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്, ദീൻ കുറ്റമറ്റതാകാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും പല അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്താ പറയാ അബുൽ ഹസൻ മാരിബിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥം പഠിപ്പിക്കാൻ ഉദ്ദേശ സന്ദർഭത്തിൽ ഈ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കിതാബ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ അന്നുണ്ടായിട്ടുള്ള ആ പൂയിലുകളൊന്നും ഉണ്ടാവില്ലേ, ആ പ്രശ്നങ്ങളൊന്നും. അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അതെനിക്ക് പറ്റിയ കാരണം നമ്മൾ എന്താ പറയാ ആ കിതാബിന്റെ മുഖദ്ദിമ വായിക്കുമ്പോൾ ഒരുപാട് ഇബ്നു ഹുസൈം റഹ്മത്തുള്ളാഹി അടക്കം പല പണ്ഡിതന്മാരും പുകഴ്ത്തി എഴുതുകയും നമുക്ക് ആ ഒരു എന്താ പറയാ രൂപത്തിൽ നല്ലൊരു നമ്മൾ ഹുസ്നു തന്നെ വെച്ചുകൊണ്ട് അങ്ങനെ ആ പഠനം തുടങ്ങാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെ അത് ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു കിതാബ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കെടുക്കാം എന്ന രൂപത്തിൽ എന്ത് ചെയ്തു, ഒരു പോസ്റ്റർ ഇറക്കിയപ്പോഴാണ് പല ആളുകളും നമ്മുടെ സഹോദരന്മാരിൽ പലരും ഇങ്ങനെ പല വിഷയങ്ങളും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി അറിയിക്കുമ്പോഴാണ് പണ്ഡിതന്മാരായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർ ആ വിഷയം ഉറപ്പുവരുത്തുകയും ഇങ്ങനെ പല വിഷയങ്ങൾ അതിലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി തരികയും അപ്പോഴാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ എന്റെ ഈ ഉദാഹരണം തന്നെ എടുക്കാം. ഞാനുമായിട്ട് തീരെ ബന്ധമില്ലാത്ത ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, എന്റെ പോസ്റ്റർ അബുൽ ഹസൻ മാരിബിന്റെ ഈ ദർസ് കിതാബ് പഠിപ്പിക്കുന്ന പോസ്റ്റർ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, കണ്ടോ ഇവൻ അബുൽ ഹസൻ മാരിബിന്റെ പഴച്ച വ്യക്തിയായ അദ്ദേഹത്തിന്റെ കിതാബ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്, അപ്പൊ ഇവൻ എന്തില്ല, പണ്ഡിതന്മാരായിട്ടൊന്നും ബന്ധം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യാം. ഒരാൾക്ക് അങ്ങനെ വിചാരിക്കാതിരിക്കാം, അതൊക്കെ വേറെ വിഷയം. പക്ഷെ അതെന്തല്ല, അതൊരിക്കലും തെളിവല്ല, അതൊരിക്കലും പണ്ഡിതന്മാരുമായിട്ടൊരു വ്യക്തിക്ക് ബന്ധമില്ല എന്നുള്ളതിന് തെളിവല്ല. എന്നുവെച്ചാൽ
ഞാൻ പണ്ഡിതന്മാരായിട്ട് ബന്ധം ഉണ്ടായിട്ടും ആ വിഷയത്തിൽ ഒരു അലംഭാവം കാണിച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് തെറ്റാണ്. ആ സമയത്ത് എന്നല്ല, ഇപ്പോഴും ചെറുപ്പമാണ്. ആ ചെറുപ്പത്തിന്റെ എന്താ പറയാ പക്വതയില്ലായ്മയും എടുത്തുചാട്ടവും ഒക്കെ അതിനൊരു കാരണമായിട്ടുണ്ടാവാം. ഇത്രയും പണ്ഡിതന്മാർ മുഖദ്ദിമ എഴുതിയതില്ലേ, അപ്പൊ എനിക്കിത് വായിച്ചിട്ട് ഞാൻ തന്നെ അത്യാവശ്യം നല്ല അറബിയൊക്കെ അറിയുന്ന ഒരാളല്ലേ, അപ്പൊ ഇനിയിപ്പോ ഞാൻ പണ്ഡിതനോട് ചോദിക്കണോ എന്നുള്ളൊരു എന്താ പറയാ ഒരു ഉജുബ് ആ സമയത്ത് മനസ്സിൽ കയറിയിട്ടുണ്ടാവും. അള്ളാഹു ആലം. എന്തായാലും ഖദ്ദർ അള്ളാഹ് ആ സമയത്ത് അങ്ങനെ ചോദിക്കാതെ ഒരു തീരുമാനം എടുത്തു. അത് തികച്ചും തെറ്റായി പോയി എന്നെന്ത് ചെയ്തു ശരിക്കും വ്യക്തമാവുകയും ആ തെറ്റിൽ നിന്ന് എന്ത് ചെയ്തു അത് ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. ആ വിഷയം തെറ്റാണ് എന്ന് മനസ്സിലായതുകൊണ്ട് ആ വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിച്ചിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ തൗബ ചെയ്തിട്ടുണ്ട്. എനിക്കും റബ്ബിനെ ബോധ്യപ്പെടുത്താൻ എനിക്കത് മതി. റബ്ബിന്റെ അടുക്കൽ ആ വിഷയത്തിൽ കുറ്റക്കാരനാവാതിരിക്കാൻ റബ്ബ് പറഞ്ഞ ബാധ്യത ഷർത്ത് മാത്രം എനിക്ക് പാലിച്ചാൽ മതി. നാട്ടുകാർ പറഞ്ഞ ഷർത്ത് എനിക്ക് എന്ത് ചെയ്യുന്നില്ല, പാലിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ മടക്കപ്പെടുന്നത് നാട്ടുകാരുടെ അടുക്കലേക്കല്ല, എന്നെ വിചാരണ ചെയ്യാൻ നാട്ടുകാരല്ല, റബ്ബാണ്. അപ്പോ റബ്ബ് നിബന്ധന വെച്ച രൂപത്തിൽ ആ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തൗബ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതൊന്നും പോരാന്ന് തന്നെ ഒക്കെ സമ്മതിക്കുകയാണെങ്കിൽ പോലും എന്ന് കേട്ടോ, എനിക്ക് അബുൽ ഹസൻ മാരിബിയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. അബുൽ ഹസൻ മാരിബി ആരാണെന്ന് പോലും അറിയില്ല. ഇവര് പറഞ്ഞു വരുത്തുന്നുണ്ട് അബുൽ ഹസൻ മാരിബിന്റെ ഞാനെന്തോ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്രയോ കൊല്ലം പോയി പഠിച്ച ഒരാളെ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഇവര് പറഞ്ഞു വരുത്തുന്നത്. അബുൽ ഹസൻ മാരിബി ആരാണെന്ന് എനിക്കറിയില്ല. അറിയാത്ത ആ അറിവില്ലായ്മയാണ് എന്ത് ചെയ്ത് ഈ അപകടത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത്. അത് മാത്രമല്ല, ഈ എടുത്തുചാട്ടം പണ്ഡിതന്മാരൊന്നും ചോദിച്ചാൽ മതിയായിരുന്നു. എപ്പോഴും വിളിപ്പുറത്തുള്ള ഏത് സമയത്തും ചോദിച്ചാൽ ഉത്തരം പറയാൻ തയ്യാറായി നിൽക്കുന്ന ഈ പറഞ്ഞ 4 മുജദ്ദിദീങ്ങൾ ശിഷ്യന്മാരിൽ പലരും ബന്ധമുള്ള ഒരവസ്ഥയിൽ അതിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു, ചോദിച്ചിട്ടൊന്നും ഉറപ്പ് വരുത്തേണ്ട ആവശ്യമുള്ളൂ, ഒരു കൺഫർമേഷൻ കിട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും ഞാൻ ഒരു ചെറിയൊരു അലംഭാവം കാണിച്ചു എന്റെ ഭാഗത്ത് നിന്ന് അബദ്ധം സംഭവിച്ചു. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ല. അതിനു മുമ്പ് ആ പേര് എനിക്ക് എന്ത് ചെയ്ത് കേട്ടിട്ട് പോലുമില്ല. ആ കിതാബ് എടുക്കുന്നതിന് മുമ്പ് ആ പേര് ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല ആരാണ്. ഇങ്ങനെ പണ്ഡിതന്മാർ സംസാരിച്ചപ്പോൾ അവർ പല വിഷയങ്ങളും പല കിതാബുകളും പല ശേഖുമാരുടെ ഫത്വകളും പല സംസാരങ്ങളും അത് അയച്ചെന്ന് അതിലൂടെ പഠിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ വിഷയം ഈ പണ്ഡിതനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യകാലത്ത് അദ്ദേഹത്തെ മുബ്തദിയാക്കുന്നതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, അഹ്ലുസുന്നത്തിന്റെ വളരെ അപൂർവം പണ്ഡിതന്മാരില്ലാത്ത ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെ മുബ്തദിയായി തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കേൾക്കുന്നവരാരെങ്കിലും ഉണ്ട് തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അബുൽ ഹസൻ മാരിബി മുബ്തദിയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു. അത് ഈ പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ളതുകൊണ്ടല്ല, അവരാ വിഷയത്തിൽ വ്യക്തമായ തെളിവുകൾ ആ വിഷയത്തിൽ കാണിച്ചു തന്നുകൊണ്ടാണ്. ഒരാൾ മുബ്തദിയാക്കുന്നതിനുള്ള നിബന്ധനകളൊക്കെ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവര് സ്ഥാപിച്ചതുകൊണ്ടാണ്. അപ്പോ എന്താ പറയാ, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞ അതൊന്നും ശരിക്കും എന്തല്ല, നിങ്ങളുടെ ആർക്കെങ്കിലും ഇതൊന്നും പറയണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വലിയ നെഞ്ചൊക്കെ വിരിച്ചിട്ട് വലിയ ആളായി ഇതങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല, ഇതൊന്നും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ഓർവത്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത് പറയൂല, ഒരാളത്തും പറയൂല. ആർത്തും അങ്ങനെ പറഞ്ഞു നടക്കേണ്ട ഒരു കാര്യമില്ലത്. ഇത് നമുക്ക് നമ്മുടെ റബ്ബിനോടെയുള്ള വിഷയമാണ്. സൽഫുൾ പറയാനുള്ള എന്താ, അഖ്ഫി ഹസനത്തക കമാ തുഖ്ഫി സയ്യിഅതക, നീ നിന്റെ തിന്മകൾ മറച്ചു വെക്കുന്ന പോലെ എന്ത് ചെയ്യുക, നിന്റെ നന്മകൾ നീ എന്ത് ചെയ്യുക, മറച്ചു വെക്കുക. അപ്പോ ആ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത്. പണ്ഡിതന്മാരായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ നല്ല പ്രയാസമുള്ള കാര്യമാണ്. ഒരാൾക്ക് ഇന്ന വ്യക്തിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാൻ പണിയില്ലാത്ത വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നതുപോലെ തന്നെ ഒരാൾക്ക് ഇന്ന വ്യക്തിയായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ നല്ല പ്രയാസമുള്ള കാര്യം. അപ്പോ അവർക്ക് അങ്ങേയറ്റം അടുത്തറിയുന്ന അല്ലെങ്കിൽ അവരടുത്ത് ചെന്നിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വളരെയധികം അടുത്ത് പരിചയമുള്ള ബന്ധമുള്ള പണ്ഡിതന്മാരെ പറ്റിയിട്ടാണ് അവരെ പറയുന്നതെങ്കിൽ ചിലപ്പോൾ ആ പണ്ഡിതന്മാരായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇത് ഒരു തരം എന്താ പറയാ, ആളുകളെ പറ്റിക്കലല്ലേ, കബളിപ്പിക്കലല്ലേ. എന്റെ ഷേഖുമായിട്ട് ബന്ധമില്ല പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഇവന് ഒരു ഷേഖുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ട് അർത്ഥം.
പറയുകയാണെങ്കിൽ ഒന്നുകിൽ എന്ത് പറയണം, ഞങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന ഷെയ്ഖ്, ഞങ്ങൾ മുന്നിലിരിക്കുന്ന മശായിഖുമാരായിട്ട് ഇവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യാതൊരു എന്താ പറയാ നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളാരും എന്ത് ചെയ്യില്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് നമ്മൾ സ്ഥാപിക്കൂല. മറിച്ച് നമുക്ക് വേറെ പല പണ്ഡിതന്മാരുമായിട്ടും ദീനിന്റെ വിഷയങ്ങൾ എപ്പോഴും ബന്ധപ്പെടാൻ സാധിക്കുന്ന, ചോദിച്ചറിയാൻ പറ്റുന്ന പല പണ്ഡിതന്മാരായിട്ടും ബന്ധമുണ്ട്. പിന്നെ ഞാൻ കൂട്ടത്തിലൊരു വിഷയം, അത് ഇവരുടെ 25 വ്യത്യാസങ്ങളിൽ എവിടെ വരുന്നത് എനിക്കറിയില്ല. അത് ഇൻഷാ അല്ലാഹ് വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും ആവർത്തിക്കാം. ഒരു അടിസ്ഥാനമാണ്. അതായത് എപ്പോഴാണ് ഒരു പണ്ഡിതനിൽ നിന്ന് ഇൽമു സ്വീകരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു പണ്ഡിതന് ഇൽമു സ്വീകരിക്കാതിരിക്കാൻ പറ്റുക, അതെപ്പോഴാണ് പല ആളുകൾക്ക് അറിയുന്നില്ല. പല ആളുകൾക്ക് ആ ഒരു അടിസ്ഥാനം നമുക്കറിയാം. നമ്മുടെ ദീൻ എന്ന് പറയുന്ന ഇൽമിന്റെ ദീനാണ്. ഇൽമു പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്വർഗത്ത് പോകാൻ പറ്റൂല. ഇൽമു പഠിക്കാതെ, ഇൽമില്ലാത്തവന് സ്വർഗത്ത് പോകാൻ പറ്റൂല. അപ്പൊ എന്ത് വേണം? ഇൽമു പഠിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ. ഇൽമു അന്വേഷിക്കൽ ഓരോ മുസ്ലിമിനും മേൽ നിർബന്ധമാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇൽമു അന്വേഷിക്കുമ്പോൾ അവിടെ എന്ത് വേണം? സ്വാഭാവികമായിട്ട് അത് പഠിപ്പിച്ചു തരുന്ന ഒരു പണ്ഡിതൻ വേണം. കിതാബ് എന്നല്ല ഇൽമു പഠിക്കൽ, കിതാബ് എന്നല്ല ഇൽമു പഠിക്കൽ. അത് പഠിച്ച പണ്ഡിതൻ. ഇപ്പൊ ഉദാഹരണത്തിന് പണ്ഡിതന്മാര് പറയാറുണ്ട്, പോസ്റ്റലായിട്ട് നീന്തൽ പഠിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എങ്ങനെ ഉണ്ടാവും പഠിച്ചാല്? ഒരാൾക്ക് നീന്തൽ അറിയൂല, പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പല അതിന്റെ ടെക്നിക്കുകളും പോസ്റ്റലായിട്ട് ദിവസവും വരുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനേക്കാൾ അപകടമാണ്. കിതാബെന്ന ദീൻ പഠിക്കാണ്. അപ്പൊ പണ്ഡിതൻ വേണം. പണ്ഡിതൻ അവിടെ ബറൂറത്താണ്, വേണം. അപ്പോ വരും മറ്റൊരു മസലയാണെന്ത്? ആരായിരിക്കണം? ഏത് പണ്ഡിതൻ ഇൽമു സ്വീകരിക്കേണ്ടത്? ജനങ്ങൾക്കിടയിൽ മിമ്പറുമ്മ കയറിയവനൊക്കെ പണ്ഡിതനാണ്. അങ്ങനെ ആരൊന്നും നല്ല രൂപത്തിൽ വാക്ചാരുതയോടുകൂടെ സ്ഫുടമായ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെ ഘനഗംഭീരമായ ശബ്ദത്തിൽ സംസാരിക്കുന്ന അങ്ങനെയുള്ള ഏതൊരാളുടെ സംസാരവും ദീനായി നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമായിരുന്നൊരു ഘട്ടം ഉണ്ടായിരുന്നു. പറ്റുമായിരുന്നൊരു ഘട്ടം, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇൽമില്ലാത്തവര് മിണ്ടാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇൽമില്ലാത്തവര് മിണ്ടാത്തൊരു കാലഘട്ടം, ഇൽമുള്ളവർ മാത്രം സംസാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അന്നത് പറ്റും. പക്ഷെ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. സ്വഹാബത്ത് പ്രമുഖർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ കാലഘട്ടം അവസാനിച്ചു. ആ കാലഘട്ടത്തിലാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു ഫിത്തനെ പറ്റി ചോദിക്കുന്നുണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഫിത്തനെ പറ്റി. ആ ഫിത്തനെ പറ്റി ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കും. ഹുദൈഫ റളിയല്ലാഹു എന്താ പറയുന്നത്? താങ്കൾക്കും അതും തമ്മിൽ ഒരു ബന്ധമില്ല. താങ്കൾക്കും അതിനും ഇടയിൽ എന്തുണ്ട്? ഒരു മറയുണ്ട്. താങ്കൾക്കും അതിനും ഇടയിൽ എന്തുണ്ട്? ഒരു മറുണ്ട്. അപ്പൊ ഉമർ തിരിച്ചു ചോദിക്കും, ആ മറ തുറക്കപ്പെടുവോ അതോ തകർക്കപ്പെടുവോ ചോദിക്കും. എന്തിനർത്ഥം? വ്യത്യാസം എന്താ? തുറന്നാൽ വീണ്ടും അടയ്ക്കാൻ പറ്റും. തകർക്കപ്പെട്ടാലോ ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് ഇതിനെ പറ്റിയിട്ടാണ്. ആ അവസ്ഥ അന്ന് തകർന്നാണ്. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? ആ അവസ്ഥ മാറ്റം വന്നിട്ടില്ല, മാറ്റം വരൂല. ഖിയാമത്ത് അത് തകർക്കപ്പെട്ട വാതിലാണ്, ആ ഫിത്നയുടെ വാതിൽ. അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹുവിന്റെ ഹിക്മത്ത് പ്രകാരം നിശ്ചയിച്ച ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹി പോലെ പല പണ്ഡിതന്മാരും പറയും, ഇന്ന ഹാദൽ ഇൽമ ദീൻ, ഈ ഇൽമ മതപരമായ അറിവ്. അതെന്ത് ചെയ്യണം? ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനക്കും, ആരിൽ നിന്നാണ് നിങ്ങളുടെ ദീൻ സ്വീകരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. എല്ലാവരും എന്ത് ചെയ്യാൻ പാടില്ല? ഖാല അല്ലാഹ് ഖാല റസൂലുള്ളാഹ് പറയുന്ന എല്ലാവരും എന്ത് ചെയ്യാൻ പാടില്ല? കേൾക്കാൻ പാടില്ല.
അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെയാണ് ഒറ്റ വാക്കിൽ എന്തു പറയാ തസ്കിയ എന്ന് പറയാം. ആ നിബന്ധനകളാണ് ഒറ്റ വാക്കിൽ എന്തു പറയാ തസ്കിയാണ്. എന്ന് വെച്ചാൽ തസ്കിയ ഇല്ലാത്തവൻ എന്ത് ചെയ്യരുത്, ഇൽമ് സ്വീകരിക്കരുത് എന്നുള്ളതാണ് അടിസ്ഥാന. പക്ഷേ ഈ പ്രശ്നം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിലൊക്കെ എന്താ പ്രശ്നം എന്നറിയോ, തസ്കിയ എന്നുള്ളതിനുള്ള അത് എങ്ങനെയാണ്, അതിന്റെ രൂപം എന്താണെന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു നാട്ടിൽ പല പ്രശ്നങ്ങളും അല്ലെ. ചില ആളുകൾ പറയാ ഇന്ത്യയിൽ തന്നെ ആകെ തസ്കിയുള്ളത് എനിക്ക് മാത്രമുള്ളൂ എന്നൊക്കെ ചില ആളുകൾ വാദിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ, എന്താണ് തസ്കിയ എന്നുള്ള ശരിയായ അടിസ്ഥാനം അറിയാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് പരമാവധി ഞാൻ മാത്രം ഇവിടെ ആലുമുള്ളൂ അങ്ങനെ ഒരു രൂപത്തിൽ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം, അള്ളാഹു ആലം. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുക, തസ്കിയ ഇല്ലാത്തവരെന്ന് എന്ത് ചെയ്യരുത്, ഇൽമ് സ്വീകരിക്കരുത്. ഇതാണ് അടിസ്ഥാനം. അപ്പൊ എന്താണ് തസ്കിയ? തസ്കിയ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയുന്ന തസ്കിയ എന്താ, ഒരു പണ്ഡിതൻ നേരിട്ട് ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കാം. ചിലപ്പോൾ എഴുത്തിലൂടെ ആയിരിക്കും, ചില സംസാരത്തിലൂടെ ആയിരിക്കും. ഈ വ്യക്തി എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്, അവൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇസ്തിഫാദ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു പണ്ഡിതൻ അങ്ങനെ എന്ത് ചെയ്യുക കൊടുക്കുക. അത് തസ്കിയ എന്താ പറയാ, എന്താണ് ഷഖ്സിയ അല്ലെങ്കിൽ ഖത്തിയ എന്നൊക്കെ പറയാറുണ്ട്. അത് തസ്കിയയുടെ ഒരു രൂപം മാത്രമാണ്. ചില ആൾക്കാർ തസ്കിയെ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഒതുക്കി, ഇത് മാത്രമേ തസ്കിയുള്ളൂ എന്നാക്കി മാറ്റി. അങ്ങനെയല്ല. തസ്കിയ എന്ന് പറയുന്നത് അതിന് ഇബ്നു ബാസ് റഹിമഹുള്ളയിൽ നിന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഉദ്ധരിക്കുന്നുണ്ട്. 4 രൂപങ്ങളോ 3 രൂപങ്ങളോ കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ പ്രധാനപ്പെട്ട അവസ്ഥകൾ പറഞ്ഞത് ഒന്നാമത്തെ ഇതാണ്, ഖത്തിയായ അല്ലെങ്കിൽ ഷഖ്സിയായ തസ്കിയ. വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യുക, ഒരു പണ്ഡിതൻ മറ്റൊരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, ഇന്ന നാട്ടിൽ ഇന്ന പേരായിട്ടൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയെ എനിക്ക് കൃത്യമായി അറിയാം, എന്റെ അടുത്ത് അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖിന്റെ അടുത്ത് ഇത്ര കാലമായി വന്ന് പഠിച്ചിരുന്ന വ്യക്തിയാണ്, അദ്ദേഹം പഠിപ്പിക്കാൻ അർഹനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു എഴുത്ത് അല്ലെങ്കിൽ ഒരു സംസാരം. ഇത് ഒന്നാമത്തെ രൂപം തസ്കിയയുടെ. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് തസ്കിയ സുകൂത്തിയ എന്ന് പറയും. ഇതൊക്കെ ഇബ്നു ബാസിന്റെ അഭിപ്രായമാണ്, എന്റെ അഭിപ്രായമായിട്ടൊന്നും പറയുന്നതല്ല. ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അഭിപ്രായമായിട്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിന് ഉദ്ധരിക്കാം, ഷെയ്ഖ് ഇബ്നു ബാസിന് ഉദ്ധരിക്കുന്ന അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായം. രണ്ടാമത്തെ ഇനം എന്നുള്ളത് തസ്കിയ സുകൂത്തിയ. സുകൂത്തിയ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ സലഫിയത്തിനെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് ദാവത്ത് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ശ്രദ്ധിക്കണേ, തസ്കിയ സുകൂത്തിയുടെ രൂപം എങ്ങനെയാണ്. ഒരു നാട്ടിൽ സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന, അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, ഒരാൾ സലഫിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, സലഫിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, സലഫിയത്തിലേക്കാണ് ദാവത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ദാവത്ത് ഈ ആളുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. ഏതാളുകളിലേക്ക്? സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന, ആ നാട്ടിൽ ദാവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ ഇവന്റെ ദാവത്ത് എത്തുകയാണ്. പക്ഷെ ഇവന്റെ ദാവത്തിൽ ഈ ആളുകൾ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സലഫിയത്തിനെതിരെ ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പോ അതെന്താണ്, ഇവനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, തസ്കിയ സുകൂത്തിയ. തസ്കിയ സുകൂത്തിയ. ഇസ്ലാംകാർക്ക് എന്തില്ല, തസ്കിയ സുകൂത്തി ഇല്ല. തസ്കിയ സുകൂത്തി അവർക്കില്ല. കാരണം എന്താ, അവർ സലഫിയത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ അറിയുന്നവർ, സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന പലരും എന്ത് ചെയ്തിട്ടുണ്ട്, പല തവണ പല രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവർ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്.
അപ്പോ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എന്തില്ല? തസ്കിയ സുക്കൂത്തിയില്ല. തസ്കിയ സുക്കൂത്തിയില്ല. മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. രണ്ടാമത്തെ ഇനം തസ്കിയുടെ. മൂന്നാമത്തെ ഇനം എന്നുള്ളത് അങ്ങനത്തെ സാഹചര്യമൊന്നല്ല. അങ്ങനെ പണ്ഡിതന്മാരുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അതിന്റെ സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾ അറിയുന്ന സാഹചര്യം ഇതൊന്നുമല്ല. പക്ഷെ ഒരാൾ ദാവത്ത് ചെയ്യുന്നുണ്ട് സലഫിയത്തിലേക്ക്. ആ ദാവത്ത് ചെയ്യുന്ന അവന്റെ സംസാരം സലഫിയത്തിനെതിരായിട്ട് അതിൽ ഒരു വിഷയം കടന്നു വരുന്നില്ല. ശ്രദ്ധിക്കണേ, നമ്മൾ സലഫിയത്തിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ എപ്പോഴും പറയുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എത്രത്തോളം സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് യോജിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇസ്ലാംകാർക്ക് പല കാര്യങ്ങളും യോജിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. അശാരികൾക്ക് പലതിനും യോജിക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയും. മുഅ്തസിലിയാക്കൾക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. ഓരോ വിഷയങ്ങളിൽ മുഖാലഫത്ത് വരുമ്പോഴാണ് അവർ പല കക്ഷികളായിട്ട് മാറുന്നത്. അല്ലേ? മറ്റേ എന്താ പറയാ, ഒരു ദായി സൗദിയിലൊക്കെ സാലിഹ് മഖാമിസി എന്ന് പറഞ്ഞൊരു ഫിത്ന ഉണ്ടാക്കുന്ന ഒരാൾ, അയാൾ പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളും ഷിയാക്ക നമ്മൾ എന്താ വ്യത്യാസം? കിബില ഒന്നല്ലേ, ഖുർആൻ ഒന്നല്ലേ, അള്ളാഹ് ഒന്നല്ലേ? ഇതിലൊക്കെ യോജിച്ചു എന്നുള്ളതിൽ ഒരു കാര്യമില്ല. എത്ര അടിസ്ഥാനങ്ങളിൽ മുവാഫഖത്തുണ്ട് എന്നുള്ളതിൽ കാര്യമില്ല. ശ്രദ്ധിക്കണം. ഒരെണ്ണത്തിൽ പോലും മുഖാലഫത്ത് ഇല്ലാതിരിക്കലിലാണ് കാര്യം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോഴാണ് നമ്മൾ ശരിക്കും സലഫിയാവുന്നുള്ളൂ. നമ്മൾ ഇവരെ വിമർശിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെയല്ല. അല്ലാണ്ട് ഇവർക്ക് നോക്കുകയാണ് എന്തൊക്കെയുണ്ട് മുവാഫഖത്തായിട്ട്. ഉലൂമുസുന്നയുടെ ആളുകൾക്ക് മുവാഫഖത്തായിട്ട് എന്തൊക്കെയുണ്ട്, എത്ര പറയാനുണ്ട്. പക്ഷെ കുറേ മുവാഫഖത്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. മുഖാലഫത്ത് ഇല്ലാതെ നോക്കണം. ഏറ്റവും നല്ല ഉദാഹരണം എന്താ? നമ്മളിപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഉദാഹരണമാണ് പരീക്ഷ. ഒരു സ്കൂളും മദ്രസയൊക്കെ പഠിക്കുന്നുണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് എന്ത്? പരീക്ഷ എന്നുള്ളത്. പരീക്ഷയിൽ 10 വിഷയം ഉണ്ടെങ്കിൽ 9 എണ്ണത്തിലും നല്ല 90ന് മുകളിലാണ്, ഡിസ്റ്റിങ്ഷനാണ്, എ ക്ലാസ്സാണ്. 9നും നല്ല മാർക്ക്, 100ൽ 90ന് മേലെ മാർക്ക്. ഒരെണ്ണത്തിൽ മാർക്ക് തന്നെ ഇല്ല. ഒരെണ്ണത്തിൽ മാർക്കില്ല, അല്ലെങ്കിൽ മാർക്ക് ഉണ്ട് പക്ഷെ ജയിക്കാനുള്ള മാർജിന്റെ മുകളിൽ എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവന്റെ ഓവറോൾ അവസ്ഥ എന്താ? തോറ്റു. അതുപോലെ തന്നെ കുറേ സലഫിയത്തിന്റെ അസ്ലിൽ മുവാഫിഖായി. പക്ഷെ ഒരു അസ്ലിൽ എന്തായി? മുഖാലിഫായി. മുഖാലിഫാണെങ്കിൽ അവൻ എന്തായി? അതിന്റെ അർത്ഥം എന്താ? അവൻ സലഫിയത്തിലല്ല എന്നുള്ളതാണ് വിഷയം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, മൂന്നാമത്തെ തസ്കിയത്തിന്റെ രൂപം എന്നുള്ളത് ഇങ്ങനെ ഒരു കാര്യത്തിൽ പോലും മുഖാലിഫ് ആവാതിരിക്കാന്നുള്ളത്. അവന്റെ ദാവത്തിൽ ഒരു വിഷയം അങ്ങനെ വരുന്നില്ല. സലഫിയത്തിന് മുഖാലഫത്ത് വരുന്ന ഒരു വിഷയവും അവന്റെ ദാവത്തിൽ വരുന്നേ ഇല്ല. ഒക്കെ സലഫിയത്തിന്റെ അടിസ്ഥാനത്തിൽ. അവൻ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അർക്കാനുൽ ഈമാൻ ആണെങ്കിലും അർക്കാനുൽ ഇസ്ലാം ആണെങ്കിലും അല്ലെങ്കിൽ തൗഹീദ് ആണെങ്കിലും സുന്നത്താണെങ്കിലും എല്ലാം ഒരു കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല? സലഫിയത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് അവൻ എതിരാവുന്നില്ലെങ്കിൽ അത് തന്നെ അവനൊരു തസ്കിയത്താണ്. ഒരു പണ്ഡിതന് പരിചയമില്ലെങ്കിലും അവൻ അങ്ങനെ തുടരുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവനിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാം, യാതൊരു പ്രശ്നമില്ല. അവനിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാം, അതിലെന്തില്ല യാതൊരു. ഇതെന്റെ വാക്കല്ല, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ അഭിപ്രായം റഹിമഹുല്ലാഹ്. ഇബ്നു ബാസിന്റെ എന്നല്ല, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരുപാട് മുഹഖിഖീങ്ങളുടെ അഭിപ്രായമാണെന്ന് പറയും ഈ വിഷയത്തിൽ. ഒരുപാട് അദ്ദേഹത്തിന്റെയും ഒരുപാട് മുഹഖിഖീങ്ങളുടെ അഭിപ്രായം എന്ന് പറയും. പിന്നെയും ഒരു വിഷയം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പ്രധാനപ്പെട്ടത് ഇത് മൂന്നെണ്ണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂന്നിലൊരു തസ്കിയ ഒരാൾക്ക് കിട്ടിയാൽ അയാളെന്ന് എല്ലാ കാലം അയാളുടെ മരണം വരെ അയാൾ ഇൽമ് സ്വീകരിക്കാൻ പറ്റുമോ? ഷെയ്ഖുന റംസാൻ പറയുന്ന ഒരു വാക്കുണ്ട്, മുഹമ്മദ് ബിൻ റംസാൻ ഹാജിരി. എന്താണ്?
അത്തസ്കിയാതു ലൈസത് ഷഹാദാത്തൻ ഇലൽ മമാത്ത്. ഒരാൾക്ക് തസ്കിയ കിട്ടാന്ന് പറഞ്ഞാൽ അത് അയാളുടെ മരണം വരെ അയാൾക്കുള്ള സർട്ടിഫിക്കറ്റ് അല്ല. ചില ആൾക്കാർ തെറ്റിദ്ധാരണതാണ്. ഒരാൾക്കൊരു തസ്കിയ കിട്ടിയെന്ന് വിചാരിക്കും, പിന്നെ അയാൾ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ വിദേഹത്തിന് അല്ലെങ്കിൽ സലഫിയത്തിന് എതിരാവുന്ന കാര്യം പറഞ്ഞാലും അയാൾ പിന്നെ വിടൂല, ഒഴിവാക്കൂല. അത് ശരിയല്ല. ഷെയ്ഖ് അതിന് ഉദാഹരണം പറയുന്ന ആരാന്നറിയോ? കേട്ടിട്ടുണ്ടാവും. അല്ലല്ല, അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ആരെ കൊന്ന വ്യക്തിയാണ്? ഈ അബ്ദുറഹ്മാൻ മുൽജിം എന്ന അലി റളിയല്ലാഹു അൻഹു കൊന്ന വ്യക്തി, അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വ്യക്തി, ശ്രദ്ധിക്കണേ, അയാളെ നരകത്തിൽ പ്രവേശിപ്പിക്കാതിനേക്കാളും വേറൊന്നും ഇല്ലെങ്കിലും അത് തന്നെ ധാരാളം. ആ വ്യക്തിന്റെ ചരിത്രം നിങ്ങൾക്ക്, പൂർവ്വകാല ചരിത്രം, അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകം ആദരിച്ച് അന്നത്തെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറിന് കത്തെഴുതി, ഇദ്ദേഹം ഇത്രയും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന് ദീൻ പഠിപ്പിക്കാൻ ഒരു സ്ഥാപനം നിശ്ചയിച്ചു കൊടുക്കുക, അദ്ദേഹത്തിന് തുല്ലാബുകളെ നിശ്ചയിച്ചു കൊടുക്കണമെന്ന് ആരുടെ കൽപ്പനയാണ്? അത്രയും ശ്രേഷ്ഠനായ വ്യക്തിത്വമായിരുന്നു ആര്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഉമർ തസ്കിയ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു കൊന്നു കഴിഞ്ഞാൽ പിന്നെയും ഇദ്ദേഹത്തെ പിന്താങ്ങി നടക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് തസ്കിയാതു ലൈസത് ഷഹാദാത്തൻ ഇലൽ മമാത്ത്. തസ്കിയ കിട്ടി എന്ന് പറഞ്ഞിട്ട് എല്ലാം ആയില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ അതൊന്നും എല്ലാം വിശദീകരിക്കേണ്ട സമയമല്ല, അതിന് പ്രാക്ടിക്കൽ അല്ല, അതിന് മാത്രം അറിവില്ല. അടിസ്ഥാനങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞുതരാം. അത് എന്താ പറയാ, വളരെ ലളിതമായി സുന്ദരമായി ഇമാം അഹ്ലുസ് സുന്ന ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ഇങ്ങനെയുള്ള എന്താ പറയുക തസ്കിയ കിട്ടിയ ആളുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മുഹദ്ദിസീൻ, ആ കാലഘട്ടത്തിൽ മുഹദ്ദിസീങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ആരിൽ നിന്നൊക്കെ ഇൽമെടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അത് തിരിച്ചു പറയുന്നത് 3 പേരിൽ നിന്ന് മാത്രം ഇൽമെടുക്കാണ്ടിരുന്നാൽ മതി എന്നാണ്. എന്നുവെച്ചാൽ നമുക്ക് ഒരാൾ യോഗ്യനാവണമെങ്കിൽ 3 കാര്യം, 3ഓ 4ഓ ആണ്, എന്റെ ഓർമ്മ കൃത്യമല്ല, അല്ലാഹു അഅലം. ആ 3 ആ പോസിറ്റീവ് 3 ഉണ്ടായാലും പോരാ, ഈ 3 നെഗറ്റീവ് ഇല്ലാതിരിക്കും വേണം. ശ്രദ്ധിക്കണം, ഈ 3ൽ ഒരു പോസിറ്റീവ്, 3 വേണമെന്നില്ല കേട്ടോ, 3 ഉണ്ടെങ്കിൽ ഹൈറാണ്, 100 നില 100 എന്ന് പറയുന്ന പോലെ. ഈ 3ൽ ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കുകയും എന്നാൽ ഇനി പറയാൻ പോകുന്ന 3 ഒരു നെഗറ്റീവ് ഇല്ലാതിരിക്കുകയും ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അയാളിൽ നിന്ന് ഇൽമ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഒരാളിൽ നിന്ന് ഇൽമ സ്വീകരിക്കാൻ പറ്റും. എന്താണ് 3 നെഗറ്റീവ്? ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിന്റെ വാക്കാണ്, അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒരു ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാവുക. ഒരു ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്നവനാവുക. അവൻ സ്വന്തത്തിൽ ആരും കാണാണ്ട് ബിദ്അത്ത് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതൊക്കെ വേറെ കാര്യം, ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരെ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബിദ്അത്തിലേക്ക് എന്ത് ചെയ്യുക, ക്ഷണിക്കുന്നവനാവുക, ബിദ്അത്തിന്റെ ദാഇ ആവുക. ഒന്നാമത്തെ കാര്യം. അപ്പൊ ഈ തസ്കിയ കിട്ടിയിട്ട് പിന്നെ ഒരാൾ എന്ത് ചെയ്യണം? ഒരാളൊരു ബിദ്അത്തിലേക്ക് ദാവത്ത് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ ഒഴിവാക്കണം. ചിലപ്പോൾ തസ്കിയ കൊടുത്ത് വലിയ ഉലമാക്കളായിരിക്കും. വലിയ ഉലമാക്കളായിരിക്കും. ഇപ്പൊ ഈ അബുൽ ഹസൻ വാരിബിന്റെ വിഷയം തന്നെ എത്ര തസ്കിയകൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ കിതാബിൽ തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അടക്കുന്ന തസ്കിയുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അടക്കം തസ്കിയുണ്ട് ആ കിതാബിന്റെ മുഖദ്ദിമയിൽ, ആമുഖത്തിൽ. അപ്പൊ അങ്ങനെ തസ്കിയ കിട്ടിയ ഒരാൾ പിന്നീട് അയാൾ എന്ത് ചെയ്തു? ബിദ്അത്തിലേക്ക് ക്ഷണിക്കാൻ ആരംഭിച്ചു, ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു. അപ്പൊ അയാളിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇവിടെ എത്ര 3 ഉണ്ടോ 2 അതൊന്നല്ല വിഷയം. ഇത് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പായി. അതിന്റെ നിബന്ധന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ സൂചിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അദ്ദേഹത്തിലെ സലഫിയത്തുള്ള ദർസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്,
ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്ന രണ്ടാമത്തെ വിഷയം എന്നുള്ളത് വ്യക്തമായ കളവ് പറയും. വ്യക്തമായ കളവ് പറയാം. തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ നാക്കുപിഴ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല. വ്യക്തമായ കളവ് പറയാം. വ്യക്തമായ കളവ് പറയാം. ആരെപ്പറ്റി പറഞ്ഞ പോലെ സക്കരിയ സ്വലൈഹി റഹ്മത്തുള്ളാഹിയെ സംബന്ധിച്ച് കളവ് പറഞ്ഞ പോലെ. എന്താ പറഞ്ഞത്? ജിന്നിനെ വിളിച്ച് തേടാം എന്നെന്ത് ചെയ്തത്രേ അദ്ദേഹം പറഞ്ഞത്ര. അത് വ്യക്തമായ കളവാണ്. ആ പറഞ്ഞ വ്യക്തിക്കും അറിയാം അത് വ്യക്തമായ കളവാണ്. പറഞ്ഞ വ്യക്തിക്കും അറിയാം അത് വ്യക്തമായ കളവാണെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം അതിപ്പോ കളവെല്ലാം തന്നെ വെക്കാം. ഇപ്പൊ അദ്ദേഹം ഈ വിഷയത്തില് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, ഒരു തെറ്റ് പറ്റി അത് സൂചിപ്പിക്കപ്പെട്ടിട്ടും അത് തിരുത്താതിരിക്കാമുള്ളത്. തെറ്റുകൾ സ്വാഭാവികമാണ്, എല്ലാവർക്കും പറ്റും. പക്ഷെ ആ തെറ്റ് പറ്റിയ ഒരാൾക്ക് ഇത് തെറ്റാണ് തെളിവുകൾ കൊണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നുവെച്ചാൽ ഹുജ്ജത്ത് സ്ഥാപിക്കണം. എന്നിട്ട് അയാൾ തെറ്റ് തിരുത്തുന്നില്ല എന്നാണെങ്കിൽ അയാളും എന്തല്ല, ഇൽമ് സ്വീകരിക്കാൻ അർഹനല്ല. അയാൾ ഇൽമ് സ്വീകരിക്കപ്പെടാൻ അർഹനല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞത് സക്കരിയ സ്വലാഹിന്റെ പേരിൽ പറഞ്ഞത് അത് കളവ്, അദ്ദേഹം കളവാണെന്ന് അറിഞ്ഞിട്ടല്ല പറഞ്ഞെന്ന് തന്നെ വെച്ചോ. അങ്ങനെ എല്ലാ സംഭവം അങ്ങനെയാണെന്ന് തന്നെ വെച്ചു. ആണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഇത് തെറ്റാണ്, അബദ്ധമാണ്, വലിയ തെറ്റാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരിലൂടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ അറിവിൽ മാത്രം. ഇതുവരെ തിരുത്തിയിട്ടില്ല. ഇനി തിരുത്തോന്നും അറിയില്ല. നേരത്തെ പറഞ്ഞ ഇന്ത്യയിലുള്ള ആകെ തസ്കിയ കിട്ടിയ ഒരേ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അവസ്ഥയാണത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ പാടില്ല. അപ്പോ 3 പോസിറ്റീവ് 3 നെഗറ്റീവ്. അപ്പൊ 3 ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടായിരിക്കണം. ഈ 3 നെഗറ്റീവ് വരാതിരിക്കുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൽമ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ അത് നോക്കണം. റിയാദിലിപ്പോ എന്റെ ദർസ് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് റിയാദിൽ എല്ലാ മലയാളികളും കൂട്ടി നിങ്ങളവിടെ ഒന്നിരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഇത് എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളല്ല, എന്തെങ്കിലും മസ്ലഹത്തുകൾക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല, ദീനാണ്. അതിപ്പോ എനിക്കെതിരായാലും എൻ്റെ വാപ്പാക്കെതിരായാലും ആർക്കെതിരായാലും ദീനാണെങ്കിൽ അത് പറയണം, അത് പറയുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മസല അത് അടിസ്ഥാനമായതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് ഇത് എന്ത് ചെയ്യും, ഇൻഷാ അല്ലാഹ് വരുന്ന പല വിഷയങ്ങളും ഇത് ഉപകരിക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും അത് എന്തെങ്കിലും അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരമാവധി തിരുത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തന്നെ കണ്ടുമുട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.